ഹലോ നമസ്കാരം, ഞാൻ നാസർ. നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിട്ടുള്ളതൊരു വേറൊരു വാച്ചുമായിട്ടാണ്. ബെന്നിയാർ എന്നൊരു ഓട്ടോമാറ്റിക് വാച്ച്. ബെന്നിയാർ ഒരു ചൈനീസ് കമ്പനിയാണ്. പഗാനി ഡിസൈൻസ് എന്നുള്ളൊരു കമ്പനി 1984 സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണ്. ഒരു 2-3 ബ്രാൻഡ് നെയിമിൽ ഒരു വാച്ച് ഇറക്കുന്നുണ്ട്. അപ്പോൾ നമുക്കതിൽ ഇപ്പോൾ റീസണബിളായിട്ട് കിട്ടിയൊരു വാച്ച് സ്കെലിറ്റൺ ടൈപ്പ് വാച്ചാണ്, ഓട്ടോമാറ്റിക് സ്കെലിറ്റൺ വാച്ച്. നമുക്ക് ആ വാച്ചിൻ്റെ കാര്യങ്ങളൊന്ന് നോക്കാം. വാച്ച് നമ്മൾ മേടിച്ചത് ആമസോണിൽ നിന്നാണ്. ഇപ്പോൾ ഈ അടുത്തുള്ളൊരു സെയിലിൽ നമ്മൾ മേടിച്ചതാണ്. 3032 രൂപയാണ് ഡിസ്കൗണ്ടൊക്കെ കഴിച്ചിട്ടുള്ള പ്രൈസ്. ഒരു സ്കെലിറ്റൺ വാച്ച് എന്നുള്ള രീതിയിൽ അത് മേടിച്ചതാണ്. വാച്ച് കാണാൻ നല്ല ഭംഗിയുണ്ട്. അതിൻ്റെ ഡിസൈൻ നന്നായിട്ട് കുറച്ച് ബൾക്കിയാണ് വാച്ച്. വലിയ കയ്യിലേക്കൊക്കെ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. നമുക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാലും കുറച്ച് ബൾക്കി വാച്ച് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റുന്നൊരു സാധനമാണിത്. കയ്യിൽ നല്ല കാണാൻ നല്ല ഫീലുണ്ട് സാധനം. ഒരു ബ്രാൻഡഡ് വാച്ചിൻ്റെ ഫീലൊക്കെ വാച്ചിനുണ്ട്. നല്ല വൃത്തിയുള്ളൊരു ബോക്സാണ്, പേപ്പർ ക്രാഫ്റ്റഡ് ബോക്സാണ്. പക്ഷെ നല്ല ഫിനിഷ്ഡ് ബോക്സാണ്, നല്ല ഭംഗിയുള്ള ഒരു പ്രീമിയം ഫീൽ തരുന്നൊരു ബോക്സാണ്. തുറക്കുമ്പോൾ നമുക്കതിലൊരു പാഡ്, ബെന്നിയാറിൻ്റെ ഒരു വാറണ്ടി കാർഡ് വേണം. 2 years വാറണ്ടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എങ്ങനെ ലഭിക്കാമെന്ന് എനിക്കറിയില്ല. ഒരു വൃത്തിയുള്ള ഒരു ടാഗ്, ഒരു പ്രീമിയം ഫീലുള്ളൊരു ടാഗ്, പ്ലാസ്റ്റിക്കാണ് പക്ഷേ നന്നായി എംബോസ് ചെയ്തിട്ടുണ്ട് ലെറ്റേഴ്സ്. ബെന്നിയാറിൻ്റെ ഒരു ബുക്ക്ലെറ്റ് കാണാം. നല്ല വൃത്തിയുള്ള ബുക്ക്ലെറ്റാണ്. അതിൻ്റെ പേപ്പറൊക്കെ നല്ല ക്വാളിറ്റി ഉള്ളത്. പിന്നെ നമുക്കൊരു ഫൈബർ ക്ലോത്ത്, ബെന്നിയാറിന് റൈറ്റപ്പ് ചെയ്തൊരു ഫൈബർ ക്ലോത്ത്, ഒരു ക്വാളിറ്റിയുള്ള ക്ലോത്ത്. അതിനുശേഷം നമുക്ക് വാച്ച് നല്ല ഭംഗിയായിട്ട് വെച്ചിട്ടുള്ള വാച്ച് കാണാം. വാച്ച് നല്ല കാണുമ്പോൾ തന്നെ നമുക്ക് കയ്യിൽ നല്ല ഫീലുണ്ട്. വാച്ച് കാണുമ്പോൾ ഒരു പ്രീമിയം ഫീല്. അതിൻ്റെ പുറകുവശം ഒക്കെ നമുക്ക് കാണുന്ന സമയത്ത് മൂവ്മെൻറ്റ് കാണാം. റൊട്ടേറ്ററൊക്കെ നല്ല സ്മൂത്താണ്. നമുക്ക് എടുത്തു പറയേണ്ട കാര്യം, ബ്രാൻഡിങ് അവർ നന്നായി ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ക്രൗണിലായാലും അവർ ലോഗോ എംബോസ് ചെയ്തിട്ടുണ്ട് അവർ. അതുപോലെ തന്നെ സ്ട്രാപ്പിൽ അവരുടെ പേര് അവർ ചെയ്തിട്ടുണ്ട്. ജെന്യൂൻ ലെതർ സ്ട്രാപ്പ് എന്നതിൽ കാണാം. സ്ട്രാപ്പ് ഒരു മികച്ച ക്വാളിറ്റി അല്ലെങ്കിലും കുഴപ്പമില്ലാത്തൊരു ക്വാളിറ്റിയാണ്. നല്ല തിക്നെസ്സൊക്കെ ഉണ്ട്. എത്ര കാലം നിൽക്കുമെന്ന് നമുക്കറിയില്ല, പക്ഷെ നല്ല തിക്കായിട്ടൊരു സ്ട്രാപ്പാണ്. സ്ട്രാപ്പിൻ്റെ ബക്കിളിലും അവരവരുടെ ലോഗോ ചെയ്തിട്ടുണ്ട്. സത്യത്തിൽ അത് കാണുമ്പോൾ തന്നെ നമുക്കൊരു നല്ലൊരു പ്രീമിയം ഫീല് കിട്ടുന്നുണ്ട്. ഓവറോൾ നമുക്കൊരു പ്രീമിയം ഫീല് കിട്ടുന്നുണ്ട് വാച്ചിന്. വാച്ച് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് മൂവ്മെൻറ്റ്, റൊട്ടേറ്ററൊക്കെ നല്ല വൃത്തിയുണ്ട് കേട്ടോ. നമ്മൾ വെറുതെ ഏതെങ്കിലും ഒരു മൂവ്മെൻറ്റ് എടുത്തിട്ട് ബാക്കിലൊരു ഗ്ലാസ് കൊടുത്തിട്ടുള്ളൊരു സ്കെൽറ്റൻ ടൈപ്പ് അല്ല. സ്കെൽറ്റന് വേണ്ടി ഒരു ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നല്ല വൃത്തിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. മൂവ്മെൻറ്റിൻ്റെ ക്വാളിറ്റി വല്ലാത്തൊരു ക്വാളിറ്റി ഒന്നുമല്ല, ഒരു ചൈനീസ് മൂവ്മെൻറ്റാണ്. പക്ഷേ നന്നായി ബിൽഡ് ചെയ്തിട്ടുണ്ട് അവർ. കാണാൻ ഭംഗിയുള്ള രീതിയിൽ തന്നെ ബിൽഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് കാലമൊക്കെ വർക്ക് ചെയ്യുമായിരിക്കും. അവരതിന് പറഞ്ഞിട്ടുള്ള ഒരു 40 hours ബാക്കപ്പ് കിട്ടുന്നതാണ്. ഒരു പവർ വൈൻഡിങ്, ഓട്ടോമാറ്റിക് വൈൻഡിങ് ആണ്. നമ്മൾ ഇൻ കേസ് ഉപയോഗിക്കാതെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുത്തിട്ടൊന്ന് വൈൻഡിങ് ചെയ്ത്, ഹാൻഡ് വൈൻഡിങ് ഒന്ന് വൈൻഡിങ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പിന്നെയും വർക്ക് ചെയ്യും. പിന്നെ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ, ഓട്ടോമാറ്റിക് വാച്ച് എല്ലാവർക്കും അറിയാമല്ലോ, ഓട്ടോമാറ്റിക് വാച്ചിന് നമ്മൾ കയ്യിൽ കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് വൈൻഡാവും. അത് ഒരു ഫുൾ വൈൻഡിങ്ങിന് 40 hours അവർ പറയുന്നത്. അതുപോലെ തന്നെ അവരുടെ മാനുവലിൽ എഴുതിയിട്ടുണ്ട് ഒരു 30 to 40 seconds ഡെയിലി വേരിയേഷൻ അതിൽ വരാനുണ്ട്, മൈനസോ ഒരു പ്ലസ്സോ. അതിൽ മിക്കവാറും വലിയ ബ്രാൻഡ് അല്ലാത്ത ഓട്ടോമാറ്റിക് വാച്ചിനൊക്കെ വരുന്നതാണ്, പ്രത്യേകിച്ച് ചൈനീസ് വാച്ചുകൾക്ക്. അവർ 2 years വാറണ്ടിയാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. 2 വർഷമൊക്കെ എന്തായാലും നമ്മൾ കാര്യമായി വെള്ളത്തിലൊന്നും ഉപയോഗിക്കാതിരുന്നു കഴിഞ്ഞാൽ 2 വർഷം എന്തായാലും ആ വാച്ച് പോകും. സത്യത്തിൽ ഈ ഒരു പ്രൈസിന് ഒരു വർത്താണ്. പ്രത്യേകിച്ച് ഒരു കുറച്ച് ബൾക്കി, ഇപ്പോൾ എല്ലാവരും ബൾക്കി വാച്ച് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു ബൾക്കി വാച്ചൊക്കെ ഉപയോഗിക്കാൻ കുഴപ്പമില്ലാത്തവർക്ക് നല്ലൊരു ഈ ഒരു 3000 ഉറുപ്പികയ്ക്ക് അത് വലിയ മോശമല്ലാത്തൊരു ഡീലാണെന്നാണ് എൻ്റെ അഭിപ്രായം. ആമസോണിലാണ് നമ്മളത് പർച്ചേസ് ചെയ്തത്. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഇത് അവൈലബിൾ ആണ്. കമ്പാരിറ്റീവ്ലി ഈ ഒരു സെയിലിൽ നമുക്കത് ആമസോണിലാണ് റേറ്റ് കുറവായി തോന്നിയത്. അപ്പോൾ നമുക്ക് എപ്പോഴും, ഇപ്പോൾ ഞാനത് ഇതിൻ്റെ കൂടെ പറയുകയാണ്, ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്റ്റോർ നോക്കിയിട്ട് അല്ലെങ്കിൽ ഒരു സൈറ്റിൽ നിന്ന്, ഇപ്പോൾ ആമസോൺ ആണെങ്കിൽ ആമസോണിൽ മാത്രം ചെയ്യാതെ നമ്മൾ 2-3 സൈറ്റിൽ നമ്മളെപ്പോഴും നോക്കുക, കമ്പയർ ചെയ്തിട്ട് പ്രൈസ് നോക്കിയിട്ട് വാങ്ങിക്കുന്നതായിരിക്കും ബെറ്റർ. ചില സമയത്ത് ഇതേ വാച്ചിന് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ റേറ്റ് കുറവ് കാണാറുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ ഏതാണ് കാർഡ്, ക്രെഡിറ്റ് കാർഡ് ഏതാണെന്ന് വെച്ച് നോക്കിയിട്ട് ക്രെഡിറ്റ് കാർഡിൻ്റെ ഓഫർ ഏതിലാണോ മാക്സിമം കിട്ടുക ആ രീതിയിൽ നമ്മൾ വാങ്ങിക്കും. നമുക്കിപ്പോൾ ഈ വാച്ച് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് ക്രെഡിറ്റ് കാർഡിൽ നമുക്കൊരു 300 something 10% 300 something നമുക്ക് ഓഫർ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമുക്ക് അപ്പോൾ നോക്കുകയാണെങ്കിൽ 2700 അറൗണ്ട് 2700 ആണ് ഈ വാച്ചിന് നമുക്കായിട്ടുള്ളത്.
അപ്പോൾ നമുക്ക് ഈ വാച്ച് 2700 എൻ്റെ അഭിപ്രായത്തിൽ അതൊരു വലിയ മോശം ഡീലല്ല എന്നുള്ളതാണ്. സോ താല്പര്യമുള്ളവരാണെങ്കിൽ ആമസോണിൽ ഇപ്പോൾ സെയിലിലാണ് ഈ പ്രൈസ്. സെയിൽ 17-ാം തീയതി വരെ എന്തോ ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ആ സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ അത് നോക്കിയിട്ട് വാങ്ങിക്കാം. വലിയൊരു ഓട്ടോമാറ്റിക് സ്കെലിറ്റൺ വാച്ച് ഈ പ്രൈസിന് വർത്താണ്. സോ ഇത്രയൊക്കെയാണ് ബെന്നിയർ വാച്ചിൻ്റെ വിശേഷങ്ങൾ. നമ്മളിനി മറ്റൊരു വാച്ചായിട്ട് അടുത്തൊരു ദിവസം വരുന്നതാണ്. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിരിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.